കോഴിക്കോട് ചേളന്നൂരിൽ ഗോശാലയിൽ ആക്രമണം നടത്തിയ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡയറി ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ മാസം 4-ാം തീയതിയാണ് ഗോശാലയിൽ അതിക്രമിച്ചു കയറി പശുക്കളെ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ചത്. വെങ്കിടേശ്വര സുപ്രഭാതം വെക്കുന്നതിന്റെ വിരോധത്തിൽ ഗോശാലയിൽ വൃത്തിയില്ലെന്നാരോപിച്ചാണ് അതിക്രമം. ഗർഭിണിയായ പശുവിനടക്കം 7 പശുക്കളെയാണ് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ചത്. ഫാം ഉടമ ഡാനിഷ് മജീദ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും പ്രതികളുടെ പേരുമടക്കം നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. പോലീസിന് കൃത്യമായ തെളിവുകൾ രാത്രി നടന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് CCTV റിക്കവറി ചെയ്ത് പോലീസിന് കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 4-ാം തീയതി പരാതി കൊടുത്ത FIR ഇടുന്നത് തന്നെ 16-ാം തീയതി എങ്ങാണ്ടാണ്. അതുവരെ ഒരു പറഞ്ഞത് ട്രസ്പാസിന് കേസെടുക്കാം. ഞാൻ പറഞ്ഞ ട്രസ്പാസ് അല്ലല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ട്രസ്പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മൃഗങ്ങൾക്കെതിരെ നടത്തിയ ക്രൂരതയ്ക്ക് മൃഗങ്ങൾക്കെതിരെയുള്ള ഒഫൻസ് തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ SP പരാതി കൊടുക്കുകയും SP അതിൻ്റെ മുകളിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ഷീരകർഷകരെയും പശുക്കളെയും അണിനിരത്തി പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ നേതൃത്വം പറഞ്ഞു. 50 ഏക്കർ ഭൂമിയിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിനെതിരെ, ഈ പ്രത്യേകിച്ച് ഒരു യുവ ക്ഷീരകർഷകനെതിരെ വന്നിട്ടുള്ള ഈ അതിക്രമം, ഈ അദ്ദേഹത്തിൻ്റെ മിണ്ടാപ്രാണികളോട് ചെയ്തിട്ടുള്ള ഈ അതിക്രൂരമായ ഈ അക്രമത്തിനെതിരായിട്ട് പ്രതിഷേധിക്കുക എന്നുള്ളത് ജില്ലാ DFIയുടെ കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പ്രവണത ഇനി മേലാൽ മറ്റ് പ്രദേശങ്ങളിലേക്കും വരാതിരിക്കാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഇന്നത്തെ സമരം. അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർക്കെതിരെയാണ് ഫാം ഉടമ പരാതി നൽകിയിരുന്നത്. ഇവർ പോലീസ് സ്റ്റേഷന്റെ 150 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണ്. പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന വിമർശനമാണ് ഉയരുന്നത്. പശുവുമായി നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.